സീക്രട്ട് ഏജന്റ് സായി ബിഗ് ബോസ് ഹൌസിനകത്ത് ചെന്നപ്പോ ജാസ്മിൻ ഏജന്റായി മാറിയോ? പുറത്തു നടന്ന A to Z കാര്യങ്ങളെല്ലാം ജാസ്മിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സായി. വാപ്പ ഇന്റർവ്യൂ കൊടുത്തതും അഫ്സലിന്റെ വോയിസ് പുറത്തു വന്നതും അങ്ങനെ കുറെ കാര്യങ്ങൾ. സീക്രട്ട് ഏജന്റ് വഴി എല്ലാ കാര്യങ്ങളും ജാസ്മിൻ അറിഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യാ? പ്രേക്ഷകർ കാണുന്നുണ്ട്, ക്യാമറ ഫോക്കസ് ചെയ്യുന്നു. അപ്പൊ ജാസ്മിൻ ഒരു വിടലങ്ങ് വിട്ടു. ജാസ്മിൻ പറയാണ്, ഒന്ന് കൈ പിടിച്ചതോ ഉമ്മ കൊടുത്തതോ ഹഗ് ചെയ്തതോ ഒക്കെ തെറ്റാണോ? എനിക്ക് അവനോട് ഇഷ്ടമുണ്ട്. എന്റെ കണ്ണിൽ ചിലപ്പോ അത് കാണാനും പറ്റുമായിരിക്കും. പക്ഷെ ഒരിക്കൽ പോലും അവനെ മോശമായിട്ടുള്ള രീതിയിൽ ഞാൻ തൊട്ടിട്ട് പോലുമില്ല എന്ന് സീക്രട്ട് ഏജന്റിനോട് ജാസ്മിൻ പറയുന്നു. എനിക്കിത് എങ്ങനെ സത്യം ചെയ്ത് പറയണോന്നറിയില്ല. പക്ഷെ ഫിസിക്കലി വേറെ എന്തെങ്കിലും മീൻ ചെയ്തുകൊണ്ട് ഞാൻ ഒരു വട്ടം പോലും അവനെ സ്പർശിച്ചിട്ടില്ല എന്ന് ജാസ്മിൻ പറയുന്നു. എന്നാൽ പുറത്ത് കാര്യങ്ങളൊക്കെ ആ രീതിയിൽ തന്നെയാണ് പോകുന്നതെന്ന് സായി പറയുന്നുണ്ട്. അഫ്സൽ എന്താ പറഞ്ഞു എന്ന് ജാസ്മിൻ ചോദിക്കുന്നു. പുള്ളിക്ക് എന്നെ വിശ്വാസമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജാസ്മിൻ. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് അഫ്സലിക്കാന് എന്നെ ഒട്ടും വിശ്വാസമില്ലേ? എന്താ ഇതിനൊക്കെ പറയാ? അവന് കുറെ ചോദ്യങ്ങളാണ് പുറത്ത് വരുന്നത്. എന്നാൽ നീ പുറത്ത് വന്നതിന് ശേഷം വിശദമായി മറുപടി നൽകാം എന്നാണ് അവൻ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് എന്നാണ് സീക്രട്ട് ഏജന്റ് ജാസ്മിനോട് പറഞ്ഞത്. ഞങ്ങൾ തമ്മിലപ്പോ എല്ലാം അവസാനിച്ചോ എന്നൊക്കെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്. എന്നെ വേണ്ടാന്ന് അഫ്സലിക്ക പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, നീ പുറത്തു വന്നതിന് ശേഷം ഒരു മറുപടി നൽകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഈ സീസണിൽ 19 പേരാണ് ആദ്യം ബിഗ് ബോസ് ഹൌസിലേക്ക് പ്രവേശിക്കുന്നത്. ഈ 19 പേരിൽ ജാസ്മിനെയും ഗബ്രിയെയും കുറിച്ച് മാത്രം പുറത്തിങ്ങനെ പറയാൻ എന്തായിരിക്കും കാരണം? ശരിക്കും എല്ലാവരും ഗബ്രിയെയും ജാസ്മിനെയും അക്സെപ്റ്റ് ചെയ്തേനെ. അവർ രണ്ടുപേരും എൻഗേജ്ഡ് അല്ലായിരുന്നുവെങ്കിൽ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് എല്ലാവരോടും വ്യക്തമാക്കി പറഞ്ഞിരുന്നെങ്കിൽ, അത് ഒരു ജെന്യൂനായി എല്ലാവർക്കും തോന്നിയിരുന്നെങ്കിൽ എല്ലാവരും തീർച്ചയായും അവരെ സപ്പോർട്ട് ചെയ്തേനെ. എന്നാൽ രണ്ടുപേരും അങ്ങനെയാണോ ബിഗ് ബോസ് ഹൌസിനുള്ളിൽ കളിക്കുന്നത്? പ്യുവർ സൗഹൃദമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രാത്രിയാകുമ്പോ തമ്മി നോക്കി നിൽക്കുന്നതും കിസ് ചെയ്യുന്നതും ഹഗ് ചെയ്യുന്നതും അഡൽട്ട് ഓൺലി ജോക്സ് പറയുന്നതും എന്തൊക്കെ വൃത്തികേടുകളാണ് രണ്ടുപേരും കാണിച്ചു കൂട്ടിയത്. ഗബ്രി കഴിഞ്ഞ ദിവസം ഡു യു നോ ഹൗ മച്ച് ഐ ലവ് യു എന്ന് വരെ ജാസ്മിനോട് പറയുന്നുണ്ട്. എന്നാൽ ഏറ്റവും അവസാനം ഗബ്രിയും ജാസ്മിനെയും കുറിച്ച് പ്രേക്ഷകരാണ് ഇങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞുണ്ടാക്കുന്നത് എന്ന രീതിയിലാണ് ജാസ്മിൻ സംസാരിച്ചു വരുന്നത്. ഇതൊക്കെ വേറെ രീതിയിൽ വളച്ചൊടിക്കാമോ എന്നൊക്കെയാണ് ജാസ്മിൻ ചോദിക്കുന്നത്. അതിനുശേഷം ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട്, എടാ ഞാനൊരു തെറ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ ഒരു തെറ്റും ചെയ്യാതെ ഞാൻ അനുഭവിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഗബ്രി പറയുന്നു സീക്രട്ട് ഏജന്റ് എന്താണ് പറഞ്ഞതെന്ന്. എന്നാൽ സീക്രട്ട് ഏജന്റ് പറഞ്ഞ അഫ്സലിന്റെ കാര്യമൊന്നും ഗബ്രിയോട് ജാസ്മിൻ പറയുന്നില്ല. പുറത്തുനിന്ന് വന്ന സീക്രട്ട് ഏജന്റ് ഇത്രയും കാര്യങ്ങൾ വിശദമായി ജാസ്മിനോട് പറയുന്നത് വരെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് എല്ലാം പറഞ്ഞതിന് ശേഷം ബിഗ് ബോസ് ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട്. ബിഗ് ബോസിനെ സായി സംസാരിച്ചു തുടങ്ങിയപ്പോ തന്നെ ഇടപെടാമായിരുന്നു. എന്നാൽ എല്ലാം പറഞ്ഞതിന് ശേഷം ബിഗ് ബോസ് സായിക്ക് ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട്. പുറത്തുനിന്നും ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് തന്നെ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവരെങ്ങനെയാണ് വെള്ളപൂശി പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. കൂടുതൽ അപ്ഡേറ്റ്സിനായി മീഡിയാസ്കോപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.